വടകരക്കാർക്കൊരമ്മയുണ്ട്. അത് ടീച്ചർ അമ്മയല്ല, TP ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കി. എന്തായാലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ ആകാംക്ഷയിലാണ് എല്ലാവരും. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു, തിരുവനന്തപുരത്ത് ശശി തരൂർ ലീഡ് ചെയ്യുന്നു. 1 ലക്ഷത്തിൽ താഴെ വോട്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് ഇനി എണ്ണാനുള്ളത്. അവിടെ തരൂർ ലീഡ് ചെയ്യുന്ന സാഹചര്യം അത് വിജയമായി മാറുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ചുള്ളത്. അതേസമയം KC വേണുഗോപാൽ അല്പസമയത്തിന് മുൻപ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി, ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണി മത്സരിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞങ്ങളുടെ പണം പിടിച്ചുകൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് പ്രചരണം സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ദ്രോഹിച്ചു, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചു, പ്രതിപക്ഷത്തെ ഛിന്ന ഭിന്നമാക്കാൻ നോക്കി. അതിനുശേഷവും 233 എന്ന നിലയിലേക്ക് എത്തിയതിന്റെ ക്രെഡിറ്റ് പറയുകയാണ് KC വേണുഗോപാൽ ചെയ്തത്. അതൊരു നേട്ടമായി കാണുകയാണ് KC വേണുഗോപാൽ. എന്തായാലും ഭരണഘടന മാറ്റാൻ പറ്റില്ലല്ലോ എന്ന ആശ്വാസവും അദ്ദേഹം ചെലുത്തുന്നു. 400 എടുക്കുന്നത് 400 പാർ എന്നത് ഭരണഘടന മാറ്റാനാണ് എന്ന പ്രചരണമാണ് പ്രതിപക്ഷ പാർട്ടികൾ വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിരുന്നത്. അത് ഒരു കാര്യം ചരിത്രത്തിൽ 10 വർഷത്തിനിടയിൽ ആദ്യമായി കോൺഗ്രസ് 100 സീറ്റിലേറെ ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു അപൂർവത ഈ 10 വർഷത്തിനിടയിൽ ഉണ്ടാകുന്നു. 101 സീറ്റുകളിലാണ് നിലവിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 101 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നതിൽ 101 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു 10 വർഷത്തിനിടയിൽ ആദ്യം. മറ്റൊന്ന്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഒരു കംപ്ലീറ്റ് സ്വീപ്പ് ഇന്ത്യ മുന്നണി നടത്തുന്ന ഒരേ ഒരു സീറ്റ് മാത്രമാണ് അയോധ്യയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് അയോധ്യ ഉത്തർപ്രദേശിൽ ഇത്ര വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്കുള്ളപ്പോൾ അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ക്ഷമിക്കണം BJPയുടെ ലല്ലു സിംഗ് ഏതാണ്ട് 10,000-ലേറെ വോട്ടിന് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. SP സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു പ്രസാദ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇത്രയും സീറ്റുകൾ കിട്ടിയാലും ചില ചോദ്യങ്ങൾ ബാക്കി നിർത്തുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും ഇത്തവണ BJPയുടെ നേതൃത്വം എന്നുള്ളത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം ഇത്രമേൽ ഇടിഞ്ഞത് വലിയ ചർച്ചയാകും. യോഗിയും മോദിയും ഉണ്ടായിട്ടും ഉത്തർപ്രദേശിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും. ഉത്തർപ്രദേശിൽ ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും ഉത്തർപ്രദേശുകാർ എന്തുകൊണ്ട് മറിച്ച് ചിന്തിച്ചു എന്നുള്ള ചോദ്യം. അയോധ്യ വോട്ടായില്ലേ, വോട്ടായോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും.